അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് വാർഷിക പരീക്ഷയുടെ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലാകിയ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. ഓപ്ഷൻസ്: മനപ്രയാസം, സമ്പത്ത്, സന്താനങ്ങൾ. ചരിത്രം: മനപ്രയാസം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. ഓപ്ഷൻസ്: അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു. ചരിത്രം: റബീഅ റളിയല്ലാഹു അൻഹു. 3. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഭരണം നടത്തും. ഓപ്ഷൻസ്: 70 വർഷം, 7 വർഷം, 700 വർഷം. ചരിത്രം: 7 വർഷം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് മഴ വേണമെന്ന് അപേക്ഷിച്ചു. ഓപ്ഷൻസ്: ബിലാൽ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ചരിത്രം: ബിലാൽ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. 5. രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതിയിരുന്നു. ഓപ്ഷൻസ്: യാസീൻ, മുഅവിദാത്ത്, ഫാത്തിഹ. ചരിത്രം: മുഅവിദാത്ത്. 6. ബദർ ശുഹദാക്കളെ ആദരിക്കൽ. ഓപ്ഷൻസ്: ഇബാദത്താണ്, ശിർക്കും കുഫറുമാണ്, മഅസിയത്താണ്. ചരിത്രം: ഇബാദത്താണ്. അടുത്ത പ്രവർത്തനം ചെറുമ്പടി ചേർക്കുക. 1. അല്ലാഹു തആല മിയാസിസിലൂടെ നശിപ്പിക്കും. 2. അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം. 3. ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. 4. ഭൂമിയിൽ നീതി നിലയ്ക്കും. 5. ഹുജ്റത്തു ഷരീഫയിൽ മറമാടും. ഇപ്പുറത്ത് നോക്കുകയെ ദാബത്തുൽ അർള്. ബി. ഇമാം മഹദി റളിയല്ലാഹു അൻഹു. സി. ഈസ അലൈഹിസ്സലാം. ഡി. യഅജൂജ് മഅജൂജ്. ഈ ദജ്ജാൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. അല്ലാഹു തആല മിയാസിസിലൂടെ നശിപ്പിക്കും. ചരിത്രം: ഡി. യഅജൂജ് മഅജൂജ്. 2. അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം. ചരിത്രം: എ. ദാബത്തുൽ അർള്. 3. ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. ചരിത്രം: ഇ. ദജ്ജാൽ. 4. ഭൂമിയിൽ നീതി നിറയ്ക്കും. ചരിത്രം: ബി. ഇമാം മഹദി റളിയല്ലാഹു അൻഹു. 5. ഹുജ്റത്തു ഷരീഫയിൽ മറമാടും. ചരിത്രം: സി. ഈസ അലൈഹിസ്സലാം. DAE BC. അടുത്ത പ്രവർത്തനം വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. മനുഷ്യർ തിന്മ തെരഞ്ഞെടുത്താൽ ഡാഷ് ലഭിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ശിക്ഷ. മനുഷ്യർ തിന്മ തെരഞ്ഞെടുത്താൽ ശിക്ഷ ലഭിക്കും. 2. മാതാപിതാക്കളെ അനുസരിക്കൽ ഡാഷ് ഉള്ള ഇബാദത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആലക്ക്. മാതാപിതാക്കളെ അനുസരിക്കൽ അല്ലാഹു തആലക്കുള്ള ഇബാദത്താണ്. 3. ബഹുദൈവാരാധകർ അല്ലാഹു തആലക്ക് ഡാഷ് നിശ്ചയിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പങ്കുകാരെ. ബഹുദൈവാരാധകർ അല്ലാഹു തആലക്ക് പങ്കുകാരെ നിശ്ചയിച്ചു. 4. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ദുർജനങ്ങൾ. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ദുർജനങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. 5. അല്ലാഹു തആല ഒരു ജനതയെ ഡാഷ് അവരെ പരീക്ഷിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഷ്ടപ്പെട്ടാൽ. അല്ലാഹു തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. 6. അല്ലാഹു തആല നിന്ദിച്ചതിനെ ഡാഷ് കുറ്റകരമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആദരിക്കൽ. അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. ദജ്ജാൽ കൊല്ലപ്പെടുന്ന സ്ഥലമേത്? ഉത്തരം: ബാബുലുദ്. 2. അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലമേത്? ഉത്തരം: യമൻ. 3. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏത്? ഉത്തരം: പരലോകം. 4. കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതിക്കെട്ടിയ ഒരു മഹാൻ. ഉത്തരം: അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ച അസ്മാ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആര്?
ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. 6. ആസിഫ് ബിൻ ബർഖിയ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചു. ഉത്തരം ബൈത്തുൽ മുഖദ്ദസിൽ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. ഇസ്തിഗാസയെക്കുറിച്ച് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലും ഇസ്തിഗാസയും തശഫ്ഫുഉം നടത്താം. അത് നല്ല കാര്യമാണ്. 2. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കൾക്ക് എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത്? ഉത്തരം അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. 3. ഇബ്ലീസിനെ അല്ലാഹു തആല ശപിക്കാൻ കാരണമെന്ത്? ഉത്തരം ആദം അലൈഹിസ്സലാമിനെ ഖിബലയാക്കി സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അതിനാൽ അവനെ അല്ലാഹു തആല ശപിച്ചു. 4. ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. എന്ത്? ഉത്തരം ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. 5. അന്ത്യനാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ എഴുതുക. ഉത്തരം വ്യഭിചാരം വർദ്ധിക്കും. 2. കള്ളുകുടി വർദ്ധിക്കും. 3. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് വർദ്ധിക്കും. 4. കൊലപാതകം വർദ്ധിക്കും. 6. ഈസ അലൈഹിസ്സലാം എവിടെയാണ് ഇറങ്ങുക? ഉത്തരം ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിനടുത്ത്. 7. കാല് മുറിച്ചപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അല്ലാഹു തആല എനിക്ക് കൈകാലുകളായി 4 അവയവങ്ങൾ തന്നു. 1 അവനെടുത്തു, 3 അവശേഷിച്ചു. അൽഹംദുലില്ലാ. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. പരലോകം. അപ്പൊ നോക്കൂ, ലോകത്തിന്റെ തുടക്കം മുതൽ സുഖവും ദുഃഖവും മാറി വരുന്നു. സുഖം മാത്രം ലഭിക്കാൻ മനുഷ്യന്റെ പ്രകൃതി കൊതിക്കുന്നു, എന്നാൽ അത് ലഭിക്കുന്നുമില്ല. നബിമാരുടെയും ഔലിയാക്കളുടെയുമെല്ലാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. രാജാക്കളും പ്രജകളും പണക്കാരും പാവപ്പെട്ടവരും ജിന്നുകളും ജന്തുക്കളുമെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. കൊള്ളയും കൊലയും നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു. നന്മ ചെയ്യുന്നവരിൽ ചിലർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇഹലോകം ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ തന്നെ തുടരും. ഈ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം. കുറ്റവാളി കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ലോകം. നന്മ ചെയ്തവന് നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ലോകം. ആ ലോകമാണ് പരലോകം. അന്ത്യദിനത്തോടെ അത് തുടങ്ങുന്നു. കുറിപ്പെഴുതുക എന്നതിൽ 2ാമത്തത് മന്ത്രിക്കൽ. ആന്തരികമായ ഖൈറിൽപ്പെട്ട മറ്റൊന്നാണ് മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാഉൻ ഫൈദാ ഉസീബ ദവാഉദ് ദാഇ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ മുഅ്വിദാത്ത് ഓതി ഊതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ നനവ ഓതി ഊതുകയും ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തടവുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവരെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് ചൊല്ലി മന്ത്രിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇവ ഓതി മക്കളായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവരെ മന്ത്രിച്ചിരുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.